Video I'll be discussing the mean value theorem for integrals. അപ്പോൾ നമ്മൾ ഓൾറെഡി mean value theorem പഠിച്ചിട്ടുണ്ട് for derivatives and this one is for integrals. അപ്പോൾ എക്സാമിന് mean value theorem ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽസിൻ്റെ ആണോ ഡിഫറൻഷ്യൽസിൻ്റെ ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ. കാരണം ഇൻ്റഗ്രൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞാൽ യു വോണ്ട് ബി ഗെറ്റിംഗ് എനി മാർക്സ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദിസ് തിയറം ഇസ് if f is continuous on closed interval AB, then there exists a number C in closed interval AB such that f of C is equal to 1 by b minus a integral a to b f of x dx. അതായത് ദിസ് വൺ ഇസ് ആക്ച്വലി ദി ആവറേജ് അല്ലേ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോറി, ദിസ് വൺ ഇസ് ദി ആവറേജ് എഫ് അല്ലേ, എഫ് ആവറേജ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വാല്യൂ തിയറം ഫോർ ഇൻ്റഗ്രൽസ് പറയുന്നത് ആ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻ്റർവെൽ വിൽ അറ്റെയിൻ. ഓക്കെ, യു ക്യാൻ ഫൈൻഡ് എ സി ഇൻ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഇസ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ്. ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. എഫ് എന്ന് പറയുന്നത് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ. സോ എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രീം വാല്യൂസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എക്സ്ട്രീം വാല്യൂ തിയറം. എക്സ്ട്രീം വാല്യൂ തിയറം പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ അറ്റെയിൻസ് ആൻ ആബ്സല്യൂട്ട് മിനിമം and an absolute maximum. Extreme values attain ചെയ്യുന്നതാണ്. So if you have a continuous function on a closed interval, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ആ മിനിമം വാല്യൂ ആണ് എം, മാക്സിമം വാല്യൂ ആണ് ക്യാപിറ്റൽ എം. സോ മിനിമം വാല്യൂ സ്മോൾ എം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിച്ച പോലെ പ്രോപ്പർട്ടി 6 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇഫ് ദിസ് ഹാപ്പൻസ് m into b minus a is less than or equal to integral a to b f of x dx which is less than or equal to capital M into b minus a. Okay, now ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് b minus a കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അത് m ആകും. Here it is 1 by b minus a into integral a to b f of x dx less than or equal to capital M. Now intermediate value theorem എന്ന് പറഞ്ഞൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. intermediate value theorem എന്ന് പറഞ്ഞാൽ if a less than or equal to b x less than or equal to c and this f of a is equal to f of c, അങ്ങനെയാണെങ്കിൽ ഈ മിഡിലത്തെ വാല്യൂ f of here you have an x. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മുടെ എഫ് അറ്റൈൻ ചെയ്യും. ഓക്കെ, അതാണ് ഇൻ്റർമീഡിയറ്റ്. നടുവിലുള്ള വാല്യൂയും കൂടെ നമ്മുടെ എഫ് ഏതെങ്കിലും ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീനിലുള്ള, അതായത് ഈ ഒരു പോയിന്റും എഫ് അറ്റൈൻ ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റും അറ്റൈൻ ചെയ്യുന്നുണ്ട്. ആ എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ നടുക്കത്തെ പോയിന്റും എഫ് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വാല്യൂവിൽ അത് അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. സോ ബൈ ദാറ്റ് തിയറം, അപ്പോൾ ഇവിടെ കണ്ടില്ലേ എമ്മും അറ്റൈൻ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ എമ്മും അറ്റൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതും അറ്റൈൻ ചെയ്യും. സോ യു ക്യാൻ ഫൈൻഡ് ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് എ സി ഇൻ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 1 by b minus a ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഒരു വാല്യൂ ഏതോ ഒരു പോയിന്റിൽ അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നത്. ഇനി we have an example. Example 2 says find the value of c guaranteed by the mean value theorem for the function f of x is equal to 4 minus 2x on the interval 0 to, അതായത് ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഒരു ഫംഗ്ഷന് ആ മീൻ വാല്യൂ തിയറം ഗ്യാരണ്ടി ചെയ്യുന്ന സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് സി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു ദിസ് ഹാപ്പൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് തന്നിട്ടുണ്ട്,
അതേപോലെ എയും ബിയും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 2x, അതും നമുക്ക് ഗിവൺ ആണ് അല്ലേ. ഇനി സോ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം 1/b minus a into integral f of c is equal to this integral a to b f of x dx. So that is equal to f of c എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 4 minus 2c is equal to 1/b യുടെ വാല്യൂ 2 minus 0 integral 0 to 2 4 minus 2x dx. ഓക്കെ, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സോ 4 minus 2c is equal to 1/2 into ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ 4x minus 2 into എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2 ഫ്രം 0 to 2. അപ്പോൾ അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ സോ 4 minus 2c is equal to 1/2 into 4x minus x² from 0 to 2. That is 1/2 into 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 4 into 2 minus 2 square. 0 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതും 0 ആകും ഇതും 0 ആകും. സോ വി വിൽ ഗെറ്റ് 4 minus 2c is equal to 1/2 into 8 minus 4, which is 1/2 into 4, which is equal to 2 അല്ലേ. So that is equal to 2. That is 4 minus 2c is equal to 2, or minus 2c is equal to 2 minus 4. So that is minus 2c is equal to minus 2, അല്ലെങ്കിൽ അവിടെ നിന്ന് c എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, സോ നമ്മൾ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ആ ഒരു സീനെ കിട്ടി. ആൻഡ് ക്ലിയർലി ദാറ്റ് 1 ബിലോങ്സ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻ്റർവെൽ 0 2. ഓക്കെ, സോ ഇതാണ് മീൻ വാല്യൂ തിയറം, അതിൻ്റെ ഒരു റിലേറ്റഡ് പ്രോബ്ലം. പിന്നെ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിയറം പഠിക്കാനുള്ളത് ദി ഫണ്ടമെൻ്റൽ theorem of calculus. The fundamental theorem of calculus part 1, ഫസ്റ്റ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. The theorem says if f is continuous on closed interval ab, then the function capital F given by integral a to x f of t dt, where your x lies between the given interval, is differentiable. അതായത് ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ആൻഡ് ആ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അത് ബൈ ഫോർമുല ഇറ്റ് ഈസ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണ്. ആൻഡ് വി നോ ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും അല്ലേ. സോ ഈ ഒരു ഫംഗ്ഷൻ ടിയിലാണ്, പക്ഷെ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് എക്സിലോട്ട് മാറും. എന്നിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ യു വിൽ ഗെറ്റ് ദ സെയിം സ്മോൾ എഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഫിനെ സ്മോൾ എഫിൻ്റെ ഇൻ്റഗ്രലായിട്ട് ഡിഫൈൻ ചെയ്താൽ ആ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിളും ആയിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്മോൾ എഫും ആയിരിക്കും. അതായത് സ്മോൾ എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ എഫ് കിട്ടുവാണെങ്കിൽ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്മോൾ എഫ് കിട്ടും. അതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു one second, let me this is what we want to prove. We have to show that its derivative is f of x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. f of x തന്നെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്നാണ് പറയേണ്ടത്. So for that we have to take x in. So proof ആയിട്ട് വരുമ്പം let x belongs to open interval ab. ഓക്കെ, ഇനിയും നമ്മൾ ചൂസ് ചെയ്യുന്നത് എക്സ്, നമ്മൾ എച്ചിനെ വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് എക്സ് പ്ലസ് എച്ചും എവിടെ തന്നെ കിടക്കും? എ ബിയിൽ കിടക്കുന്ന പോലെ. അതായത് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് എക്സ്. എച്ചിനെ നമ്മൾ വളരെ ചെറുതായിട്ട് ചൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് എക്സ് പ്ലസ് എച്ചും എ ബിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന പോലത്തെ ഒരു എച്ചിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ സ്മോൾ വി ആർ ചൂസിങ് എച്ച് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് വെരി സ്മോൾ. ഇനി വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്
മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ എടുക്കുവാണ് ചുമ്മാ. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ എടുത്തു. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, ബട്ട് വാട്ട് ഈസ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? ഇറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അതിൽ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. എക്സ് എവിടേക്കുണ്ട് അവിടെ എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. സോ ഇൻ്റഗ്രൽ എ ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഇൻ്റഗ്രൽ എ ടു എക്സ് സ്മോൾ എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, നൗ ഈ ഒരു ഇൻ്റഗ്രൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എഫ് ഓഫ് ടീനെ തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഒരെണ്ണം എന്ന് പറയുന്നത് എയിൽ നിന്ന് എക്സ് പ്ലസ് എച്ചിലോട്ട്, എന്നിട്ട് ആ ഏരിയ നമ്മൾ എടുക്കും മൈനസ് എയിൽ നിന്ന് എക്സിലോട്ട്. അതായത് ഇത്രയും വലിയ ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഹോൾ കിടക്കട്ടെ ഈ ഫുൾ ഏരിയ കണ്ടുപിടിക്കും. അതാണ് ഈ ഫുൾ ഏരിയ ആണ് ഇത്. ഓക്കെ, അതിൽ നമ്മൾ എത്ര ഏരിയ മൈനസ് ചെയ്യും? എ ടു എക്സ് വരെയുള്ള ഏരിയ, അതായത് എയിൽ നിന്ന് എക്സ് വരെയുള്ള ഈ ഏരിയ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷനാണ് കിട്ടുക. ശരിയല്ലേ? ഞാനൊരു ബ്ലൂവിൽ കൊടുക്കുന്ന ഈ ഒരു പോർഷനാണ് കിട്ടുക. ദാറ്റ് ഈസ് ആക്ച്വലി വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം എക്സ് ടു എക്സ് പ്ലസ് എച്ച്. മനസ്സിലായോ? എ ടു എക്സ് പ്ലസ് എച്ച് നിന്ന് എ ടു എക്സ് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പോർഷനാണ്. ദാറ്റ് ഈസ് എക്സ് ടു എക്സ് പ്ലസ് എച്ച്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ശരിക്കും നമ്മൾ ഇൻ്റഗ്രേഷൻ ഫ്രം എ ടു എക്സ് പ്ലസ് എച്ച് ചെയ്തു. ആൻഡ് സെക്കൻഡ്, സോ എ ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ എ ടു എക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സിൽ നിന്ന് എക്സ് പ്ലസ് എച്ച് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഏരിയ ആണ് കിട്ടുന്നത്. ഓക്കെ, നൗ what I am going to do is let's divide both sides by h. Okay, അപ്പോൾ h വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് by h is equal to 1 by h into integral x to x plus h f of t dt എന്ന് നമുക്ക് കിട്ടും. ആണല്ലോ? ഇനി ബട്ട് ബൈ മീൻ വാല്യൂ തിയറം ഈ എക്സ് ടു എക്സ് പ്ലസ് എച്ച് ഇൻ്റർവെലിൻ്റെ ഇതൊരു ആവറേജ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അവിടെ ഇതാണ് എ, ഇതാണ് ബി എന്ന് വിചാരിക്കുക. ക്ലിയർലി എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ ബി. അപ്പോൾ ഇവിടെ എ ഇസ് ഈക്വൽ ടു എക്സ്, ബി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച്. വാട്ട് ഇസ് ബി മൈനസ് എ? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്, എക്സും എക്സും ക്യാൻസൽ ആവും എച്ച്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി 1 by b മൈനസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോമിലാണുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ആവറേജ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഈ ആവറേജ് വാല്യൂ ഏതെങ്കിലും ഒരു നമ്പർ അറ്റൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എഫ് ഓഫ് സി എന്ന് വിളിച്ചത്. സോ ദിസ് ഈസ് ഈക്വൽ ടു സം എഫ് ഓഫ് സി ആണല്ലോ. നൗ യെസ്, സോ ഇറ്റ് ഈസ് സം എഫ് ഓഫ് സി. നൗ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഇനി നമുക്ക് ആക്ച്വലി വേണ്ടത് ഡെറിവേറ്റീവ് ആണ് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. നൗ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 so that is equal, but f of x plus h minus f of x by h ന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് f of c കൊടുക്കാം അല്ലേ. f of c കൊടുക്കാം. but what is it? limit x tends to h tends to 0 f of c എന്ന് പറഞ്ഞാൽ f of c എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് h 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പം c എന്ന് പറയുന്നത് is squeezed. അപ്പോൾ c belongs to x and x plus h. മീൻ വാല്യൂ തിയറം വെച്ചിട്ട് x plus h ഈ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് സി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്നത് എക്സിൻ്റെയും എക്സ് പ്ലസ് എച്ചിൻ്റെയും ഇടയിലാണ് കിടക്കുന്നത് ആണല്ലോ. ദിസ് ഈസ് എക്സ് പ്ലസ് എച്ച് ആൻഡ് സി ലൈസ് ബിറ്റ്വീൻ ദിസ്. ആൻഡ് നമ്മൾ ലിമിറ്റിനെ എച്ചിനെ 0ലോട്ട് ടെൻഡ് ചെയ്യണം. അതായത് ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സി എവിടെ തന്നെ വരും. അതായത് എക്സും ഈ എച്ച് 0 ആവാന്ന് പറഞ്ഞാൽ എക്സ്
ഇതും എക്സ് ആകും, h0 ആകുമ്പോൾ ഇതും എക്സ് ആകും. അപ്പോൾ രണ്ടും കൂടെ അടുത്ത് വരിക എന്ന് പറയുമ്പം സി എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകും? എക്സിലോട്ട് പോകും. മനസ്സിലായല്ലോ? അതായത് സി എന്ന് പറയുന്ന എക്സിനും എക്സ് പ്ലസ് എച്ചിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു നമ്പറാണ്. പക്ഷെ അവിടെ h ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഇല്ല, ഇതപ്പോൾ എക്സ് തന്നെയാകും. അപ്പോൾ സി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്പർ ആവാന്ന് പറഞ്ഞാൽ സിക്ക് ആരാവാനേ പറ്റുള്ളൂ? സി മസ്റ്റ് ബി ഈക്വൽ ടു എക്സ്. അതായത് ആസ് h ടെൻസ് ടു 0 എഫ് ഓഫ് സി എന്ന് പറയുന്ന ആര് തന്നെയാകും? സി എന്ന് പറയുന്ന എക്സ് ആകും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ ആ ഒരു പിന്നെ പ്രൂഫ് എന്ന് പറയുന്നത്. നൗ എക്സാമ്പിൾ 3 നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സം ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -1 to x 1/1 പ്ലസ് ടി സ്ക്വയർ ഡി ടി അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ആ ക്യാപിറ്റൽ എഫ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റഗ്രൽ -1 to x 1/1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്ന് കിട്ടും. പക്ഷെ നമുക്കറിയാം നമുക്ക് ഇത് ഡെറിവേറ്റീവ് ആണ്, ഇത് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകും. പക്ഷേ എഴുതുമ്പോൾ ടീനെ മാറ്റിയിട്ട് അവസാനം എക്സിലോട്ട് മാറ്റണം. കാരണം ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിലെ ഫംഗ്ഷൻ ആയിരിക്കും, എന്നിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് ആണെന്ന്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എക്സിലായിരിക്കും. സോ എന്ത് ചെയ്താൽ മതി? ടീനെ മാറ്റിയിട്ട് എക്സ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ. സോ 1/1 പ്ലസ് എക്സ് സ്ക്വയർ വിൽ ബി ദ ഡെറിവേറ്റീവ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ജി ഓഫ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. x to 3 √1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ, എക്സ് താഴെയും മുകളിലും ആയിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജി ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റഗ്രൽ x to 3 √1 പ്ലസ് ടി സ്ക്വയർ ഡി ടി അല്ലേ. എന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷെ നമുക്ക് a to x ഫോമിലാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ റിവേഴ്സ് ഇൻറ്റഗ്രൽ a to b ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ b to a അല്ലേ. അപ്പോൾ നമ്മൾ ആ ലിമിറ്റിനെ റിവേഴ്സ് എഴുതുമ്പം നെഗറ്റീവ് വരും. സോ ഇറ്റ് ഈസ് 3 to x √1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്ന് വരും. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ നെഗറ്റീവിനെ മൊത്തം പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റഗ്രൽ 3 to x √1 പ്ലസ് ടി സ്ക്വയർ ഡി ടി. നൗ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ്, പക്ഷേ ഇത് നമുക്കിനി ഫണ്ടമെൻ്റൽ തിയറം വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? √1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് √1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് ടി. ദിസ് ഇസ് എഫ് ഓഫ് ടി. ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് എഫ് ഓഫ് ടി അല്ല നമുക്ക് വേണ്ടത്, എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ടീനെ മാറ്റിയിട്ട് എക്സ് ആക്കി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഇനി വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 4 ഇഫ് y ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x³ കോസ് ടി സ്ക്വയർ ഡി ടി, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ഡെറിവേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലേ. വൈ എന്ന് പറയുന്നത് 0 to x³ കോസ് ടി സ്ക്വയർ ഡി ടി ആണ്. പക്ഷേ നമുക്കിവിടെ x³ ആണ് അല്ലേ. നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യണമെങ്കിൽ x³ പറ്റില്ല. നമുക്കൊരു ഒറ്റ വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. അപ്പോൾ നമുക്കിവിടെ x³ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ പുട്ടിങ് u ഇസ് ഈക്വൽ ടു x³. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? ഡി യു ബൈ ഡി എക്സ് എന്ത് കിട്ടും? 3x² എന്ന് കിട്ടും ആണല്ലോ. നൗ വി ഹാവ് ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ബട്ട് അതിന് നമുക്കൊന്ന് ചെയിൻ റൂൾ വെച്ച് ചെയ്താൽ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഒരു ഡി യുവിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു എന്നുള്ളൊരു മീനിങ് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശരിക്കും ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് നമ്മൾ ചെയിൻ റൂൾ പഠിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിന് നമുക്ക് ഡി ബൈ ഡി യു ഓഫ് വൈ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 0 to, ഇനിയിപ്പോൾ മാറ്റാം, നമുക്ക് യുയിലോട്ട് മാറ്റാം, യു കോസ് ടി സ്ക്വയർ ഡി ടി. അവിടെ ഒന്നും മാറ്റാനില്ല, അത് x³ പകരം മാത്രമേ മാറ്റാനുള്ളൂ, ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് നമുക്ക് കിട്ടി 3x² അല്ലേ. ഡി യു ബൈ ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 3x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷേ ഇവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡി ബൈ ഡി യു ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ കോസ് ടി സ്ക്വയർ, പക്ഷേ ടി സ്ക്വയർ മാറ്റിയിട്ട് യു ആക്കണം അല്ലേ. യുയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ എക്സിന് പകരം യു ആണ്. സോ കോസ് u² ഇൻറ്റു 3x² എന്ന ആൻസർ കിട്ടും. പക്ഷേ നമുക്കതിന് വൃത്തിയായിട്ട്
3x² ഇൻറ്റു കോസ്. ഇനി യുവിനെ മാറ്റിയിട്ട് തിരിച്ച് എക്സ് ക്യൂബിലോട്ട് മാറ്റണം. യു ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അപ്പം u² എന്ന് പറയുന്നത് x⁻6 ആകും. ഓക്കെ, സോ ഇറ്റ് ഈസ് x⁻6, x ക്യൂബ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് x⁻6. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഫണ്ടമെൻ്റൽ തിയറി അപ്ലൈ ആണെങ്കിൽ a/x എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കേസിൽ നമ്മൾ ആ ഒരു ഫോമിലോട്ട് ആക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ എക്സ് ക്യൂബ് ഒക്കെ ആണെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഒരു യു എന്നാക്കിയിട്ട് എന്നിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഫണ്ടമെൻ്റൽ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2. അതാണ് നമ്മൾ ആക്ച്വലി ഇൻ്റഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻ്റഗ്രൻ്റാണ് ക്യാപിറ്റൽ എഫ്. അപ്പോൾ ആ ഇൻ്റഗ്രേഷനിൽ എന്താണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇത് ക്യാപിറ്റൽ എഫ് ആണ് കേട്ടോ, അതായത് അതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ ആണ്. വേർ ക്യാപിറ്റൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ആണ്, ക്യാപിറ്റൽ എഫ്. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആ ഒരു തിയറമാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ പാർട്ട് 2. ഇനി അതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ജി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ബൈ പാർട്ട് 1 നമുക്ക് അറിയാം. ഇനി അതേപോലെ തന്നെ എഫ് ഓഫ് എക്സും എഫ് ഡാഷും എന്താണ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ജി ഡാഷും എഫ് ഡാഷും ഒക്കെ സ്മോൾ എഫ് ഓഫ് ആണ്. അപ്പം അവർ തമ്മിൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അത് നമ്മൾ പറഞ്ഞതാണ് അവിടെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് രണ്ട് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം വരാം. സോ ദാറ്റ് എഫിൻ്റെ ഇനി നമ്മൾ ത്രൂ ഔട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. സീൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എ നോക്കാം. എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും, ജി ഓഫ് എ പ്ലസ് സി എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ബട്ട് ജി ഓഫ് എ നമ്മളെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ഇൻ്റഗ്രൽ എ ടു അല്ലേ, ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണ് അല്ലേ. അപ്പോൾ എക്സിന് പകരം ഇവിടെ എ വരുമ്പം ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് ടി ഡി ടി പ്ലസ് സി എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഇൻ്റഗ്രൽ എയിൽ നിന്ന് എയിലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏരിയ 0 ആണ്. അപ്പോൾ 0 പ്ലസ് സി, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും, ക്യാപിറ്റൽ സി കിട്ടും. ഇനി അതേപോലെ എഫ് ഓഫ് ബി വാല്യൂവേറ്റ് ചെയ്താലോ, ജി ഓഫ് ബി പ്ലസ് സി, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി കിട്ടും അല്ലേ. എഫ് ഓഫ് ടി ഡി ടി പ്ലസ് സി. പക്ഷേ ഈ സിക്ക് പകരം എന്ത് കൊടുക്കുക, എനിക്ക് ഇവിടെ നമുക്ക് സി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം, എഫ് ഓഫ് എ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്ന് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ഈ എഫ് ഓഫ് എ ഇപ്പോഴത്തെ സൈഡിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ കിട്ടും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി കിട്ടും. ശരിയല്ലേ. സി ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് എഫ് ഓഫ് എ എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി ഇവിടുന്ന് എഫ് ഓഫ് എനെ ഈ സൈഡിലോട്ട് എടുത്ത് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ എ അല്ലെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നൗ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും നമുക്ക്, സോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അല്ലേ. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്, നമ്മൾ പ്രൂവ് ചെയ്തു. റിസൾട്ട് ഇസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രൂഫ് എഴുതുക. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ജി ഓഫ് എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. സോ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സും സ്മോൾ എഫ് ആണ്. സോ ഫ്രം ദർ ജിയും എഫ് ഒരു കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ.
അവിടുന്ന് എഫ് ഓഫ് എ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക, എന്നിട്ട് എഫ് ഓഫ് ബിയിൽ സിക്ക് പകരം എഫ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് വെരി ഈസിലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ഇൻ്റഗ്രേഷൻ പഠിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ചെയ്തു തരുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലംസ് ആയിട്ട് ഇട്ട് തരാം. എന്നിട്ട് പിന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ വി ഹാവ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ പോലെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് ഇൻവോൾവിങ് ഓഡ് ആൻഡ് ഈവൺ ഫങ്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഒരു തിയറം ഉണ്ട്. തിയറം എന്ന് പറയുന്നത് ഇതാണ്: എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -a. അപ്പോൾ ഈ ഓടും ഈവൺ ഫങ്ഷൻസൊക്കെ ഇതിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. -a to a മാത്രമാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. ഇഫ് എഫ് ഈസ് ഈവൺ, അതായത് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇറ്റ്സെൽഫ്, ദെൻ ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ട്വൈസ് ഓഫ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. കാരണം -aയിൽ നിന്ന് എഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈവൺ ഫംഗ്ഷനാണ്. എഫ് ഓഫ് -x എടുത്താലും എക്സ് എടുത്താലും സെയിം തന്നെയാണ്. അപ്പം ഇൻ്റഗ്രൽ -aയിൽ നിന്ന് എയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ക്വാണ്ടിറ്റീനെ ഡബിൾ ആക്കിയാലും മതി. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇസ് ഇഫ് യുവർ ഫംഗ്ഷൻ ഇസ് ഓഡ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു -f ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് -a to a യുവർ ഫംഗ്ഷൻ ഇസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ പോസിറ്റീവ് ആയിരിക്കും, ഇവിടുത്തെ ഏരിയ മൈനസ് ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഒരേ വാല്യൂ തന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും സൈൻ. ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസും ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഏരിയ എന്ന് പറയുന്നത് 0 ആയിപ്പോവും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്, അപ്പോൾ അതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് ആദ്യം രണ്ടിൽ നമുക്ക് ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ തുടങ്ങി. ഇനി നമുക്കറിയാം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? -a to 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാനൊന്ന് റിവേഴ്സ് എടുക്കുകയാണ്, 0 to -യിലോട്ട് കൊണ്ടുപോവാണ്. സോ മൈനസ് എക്സ്ട്രാ വരും. എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, നൗ ഈ ഒരു ഇൻ്റഗ്രൽ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്ത്, അതായത് ഇൻ്റഗ്രൽ 0 to -a എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എക്സിന് യു ഇസ് ഈക്വൽ ടു -x കൊടുക്കുന്നു. യു ഇസ് ഈക്വൽ ടു -x. അപ്പോൾ ഡി യു എന്ത് കിട്ടും? -dx കിട്ടും ആണല്ലോ. ഇനി എക്സ് 0യിലേക്ക് പോകുമ്പം യു ദാറ്റ് ഈസ് -x എങ്ങോട്ടേക്ക് പോകും? 0യിലോട്ട് പോകും. അതേപോലെ എക്സ് -aയിലോട്ട് പോകുമ്പം യു ദാറ്റ് ഈസ് -x ദാറ്റ് ഈസ് മൈനസ് ഓഫ് -a എയിലോട്ട് പോകും അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് റീഡു ചെയ്താൽ ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് 0 എന്ന് പറയുമ്പോൾ യുവും 0, ബട്ട് എക്സ് -a എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്നത് എയിലോട്ടാണ് പോകുന്നത്. സോ 0 to a എഫ് ഓഫ് -u -du എന്ന് കിട്ടും ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നെഗറ്റീവിന് പുറത്തേക്ക് എടുത്തു, മൈനസ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് -u du എന്ന് നമുക്ക് കിട്ടി അല്ലേ? സോ ഇറ്റ് ഈസ് ദിസ്. ഇനി അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും വേരിയബിളായിട്ടൊന്ന് മാറ്റുകയാണ്. 0 to a എഫ് ഓഫ് -x dx. യുവിനെ തിരിച്ച് വീണ്ടും എന്താക്കി, അതായത് ഇതിപ്പോൾ യുവിനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതല്ല, യുവിനെ പകരം മാറ്റി. യു എന്ന് പറയുന്നത് ഏതൊരു വേരിയബിൾ ആണല്ലോ. അപ്പോൾ വേരിയബിളിന് പകരം എക്സ് എന്ന് തന്നെ തിരിച്ച് വിളിച്ചു, അത്രേ ഉള്ളൂ. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതല്ല, യുവിന് പകരം എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതല്ല. യു എന്ന് പറയുന്ന വേരിയബിളിന് പകരം നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറഞ്ഞ വേരിയബിളാക്കി മാറ്റി. ജസ്റ്റ് അത് റീനെയിം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിനെ നമ്മൾ റീനെയിം ചെയ്തു. യുവിന് പകരം നമ്മൾ എന്ത് ചെയ്തു? റീനെയിം ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. ഇനി അപ്പോൾ ഇതിന് പകരം ഈ ഒരു സാധനത്തിനാണ് അല്ലേ, ഈ ഒരു ഇൻ്റഗ്രലിനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് ലെറ്റ്സ് സീ, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ബട്ട് ഇൻ്റഗ്രൽ 0 to -a എഫ് ഓഫ് എക്സിന് നമ്മൾ എന്താ ഫൈനലി എഴുതിയത്? മൈനസ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് -x ഇൻറ്റു dx
പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ ഈവൺ ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു മൈനസ് പോകും. സോ ദിസ് മൈനസ് മൈനസ് വിൽ ഗെറ്റ് പ്ലസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ടിലെത്തി. നൗ സപ്പോസ് യുവർ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈവൺ ആണെങ്കിൽ അപ്പോൾ എന്ത് പറ്റും? ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് മൈനസ് എക്സിന് പകരം ഈവൺ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതാം. ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ എന്ത് കിട്ടും? ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. സോ ഈവൺ ആണെങ്കിൽ ദ റിസൾട്ട് ഇസ് ട്രൂ. ഇനി ഓഡ് ആണെങ്കിലോ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് മൈനസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഈ ഇതാണ് ഇക്വേഷൻ. എഫ് ഓഫ് മൈനസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് എഫ് ഓഫ് എക്സ്, കാരണം ഓഡ് ഫംഗ്ഷനാണ്, പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് പുറത്ത് വരും. സോ മൈനസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇതേ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് 0. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഓക്കെ, നൗ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഇൻ്റഗ്രൽ മൈനസ് 1 ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 2 ഡി എക്സ്. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നമുക്കറിയാം. ഇവിടെ നോക്കിക്കോ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് നോക്കണം ആദ്യം, ഓടാണോ ഇവൺ ആണോ എന്നറിയാൻ. അപ്പോൾ മൈനസ് എക്സ് കൊടുക്കുമ്പോൾ എക്സ് ഉള്ള സ്ഥലത്തൊക്കെ മൈനസ് എക്സ് കൊടുക്കുക. സോ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 വിച്ച് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൺ ഫംഗ്ഷനാണ്. സോ ഇറ്റ് ഇസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡി എക്സ്. ഈ ഇൻ്റഗ്രേഷൻ നിങ്ങൾ ബാക്കി ചെയ്യണം കേട്ടോ. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ബാക്കി ഞാൻ ചെയ്യുന്നില്ല. അതേപോലെ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ മൈനസ് 2 ടു 2 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ബട്ട് സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്, ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. സോ ദിസ് ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ. സോ വിത്തൗട്ട് ഇൻ്റഗ്രേറ്റിംഗ് ദ ഈ ഒരു ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ദ ഇൻ്റഗ്രൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവാലുവേറ്റ് പോലും ചെയ്യേണ്ട. ഇൻ്റഗ്രൽ മൈനസ് 2 ടു 2 ദിസ് ഫംഗ്ഷൻ ദിസ് വാല്യൂ ഇസ് 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ നോട്ട്സ് ആയിട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് അത് ബാക്കി ക്ലാസ്സിൽ നിന്ന് ഞാൻ ഡിസ്കസ് ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.